ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ നിങ്ങളെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണെന്ന്. അവർ നിങ്ങളെപ്പറ്റി എന്താണ് ഒരു നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് അവരെന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഭയങ്കര പോസിറ്റിവിറ്റിയുള്ള ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. നിങ്ങളെ മാത്രമല്ല ഹാപ്പി ആയിട്ട് വയ്ക്കുന്നത്, നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാരെയും സൺഷൈൻ എന്ന് പറയില്ലേ, നിങ്ങൾ ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ അവിടെ ബ്രൈറ്റൻ അപ്പ് ആവുന്ന അവിടെ ഒരു വെളിച്ചം വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരാളാണ് എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ജോലിയിൽ നല്ല പേരുമായിരിക്കും നിങ്ങൾക്ക്, കാരണം നിങ്ങളുടെ 100% നിങ്ങൾ തൊഴിലിനും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഒരു ഹൈ അപ്രീസിയേഷൻ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെപ്പറ്റി തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വളരെ കഴിവുള്ള ജോലിയിൽ വളരെ കഴിവുള്ള ഒരാളാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ചില സമയത്ത് ഒരു കൺഫ്യൂഷൻ നിങ്ങളെ ബാധിക്കും. ചില സമയങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിങ്ങൾ ജഗിൾ ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ചെറുതായിട്ട് കൺഫ്യൂസ്ഡ് പേഴ്സൺ ആണ് എന്നാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരെ പറ്റി ഭയങ്കര പൊസസീവ് ആണെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ പൈസ സേവ് ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാം നിങ്ങൾ വളരെ കരുതലോടെ ചെയ്യുന്ന ഒരാളാണ്. സ്നേഹം ഒരുപാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്നെല്ലാം ഇവർ കരുതുന്നുണ്ട്. കുറേ ഓൺലൈൻ സമയം ചെലവഴിക്കുന്ന ഒരാളാണ് എന്നും ഇവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർക്കറിയാം നിങ്ങൾ അവരുടെ വെയറബൌട്ട്സ്, DP അപ്ഡേറ്റ്സ്, സോഷ്യൽ മീഡിയ എല്ലാം നിങ്ങൾ നോക്കാറുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നു. അത് ഇവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്നു കേട്ടോ. നിങ്ങൾ അവരെ പറ്റി ബോധേഡാണ് എന്നറിയുന്നതിൽ ഇവർക്ക് സന്തോഷവും തോന്നാറുണ്ട്. ഒന്നുകിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കണം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കും, അതായത് കൂടുതൽ സമയം ഓൺലൈൻ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഒളിച്ചു വെക്കാറുണ്ട് എന്നും ഇവർക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ അവരെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല എന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ക്ഷമയോടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് ക്ഷമ കൈവശമുള്ള ഒരാളാണെന്നും ഇവർ വിചാരിക്കുന്നുണ്ട്. ലാസ്റ്റ് കാർഡ്, പുതിയ തുടക്കങ്ങളെ ഭയപ്പെടാത്ത ഒരാളാണ് എന്നും ഇവർ വിചാരിക്കുന്നുണ്ട്. സത്യം വെട്ടി തുറന്ന് പറയാൻ നിങ്ങൾക്ക് മടിയില്ല.